ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം ശ്രീ സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 മൂന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 3. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അല്ലെങ്കിൽ ആ രൂപം നമ്മളുടെ മനസ്സിൽ എത്രത്തോളം മഹനീയമാണ്. ആ രൂപത്തെ നമ്മൾ ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും മോഹിക്കാൻ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. നമുക്ക് ശ്ലോകത്തിലെ ഓരോരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. യത്രൈലോക്യമഹീയസോപി മഹിതം. യത് യാതൊന്നാണോ ത്രൈലോക്യമഹീയസോപി ത്രൈലോക്യമഹീയസഹ അപി. ത്രൈലോക്യം 3 ലോകങ്ങളിലും മഹീയസഹ മഹത്തരമായിട്ടുള്ളത് അപി അതിനേക്കാളും മഹിതം മഹത്തരമായിട്ടുള്ളത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എന്താണ്? യാതൊന്നാണോ ഈ 3 ലോകങ്ങളിലും ഏറ്റവും മഹത്തരമായിട്ടുള്ളത് അതിനേക്കാളും മഹിതമായിരിക്കുന്നു. സമ്മോഹനം മോഹനാത്. സമ്മോഹനം ഈ ലോകത്തിലെ നമ്മളെ ഏറ്റവും അധികം മോഹിപ്പിക്കുന്നത് എന്താണോ അതിനേക്കാൾ മോഹിപ്പിക്കുന്നതാണ്. മോഹനാത്താണ് ഭഗവാന്റെ വിഗ്രഹം. കാന്തം കാന്തി നിധാനതോ അപി. കാന്തം നമ്മളെ ആകർഷിക്കുന്നത്. കാന്തി നിധാനതഃ അപി. കാന്തി എന്ന് പറഞ്ഞാൽ ഭംഗി. കാന്തി നിധാനതഃ ഭംഗിയുടെ ഇരിപ്പിടമായിട്ടുള്ളത് എന്താണോ അപി അതിനേക്കാളും കാന്തം നമ്മളെ ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം. മധുരം മാധുര്യധുര്യാദപി. മാധുര്യധുര്യാദഃ അപി. മാധുര്യം എന്നാൽ മധുരം. ഈ മധുരത്തിൻ്റെ ദുര്യാദഃ അതിൻ്റെ ഏറ്റവും സത്തായിട്ടുള്ളത് എന്താണോ അപി അതിനേക്കാളും മധുരമായിട്ടുള്ളതുമാണ്. സൗന്ദര്യോത്തരതോപ്പി സുന്ദരതരം. സൗന്ദര്യോത്തരതഃ അപി സുന്ദരതരം. സൗന്ദര്യ ഉത്തരതഃ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൗന്ദര്യം എന്താണോ അപി അതിനേക്കാൾ സുന്ദരതരമായിട്ടുള്ളതുമാണ് ത്വദ്രൂപം. ത്വദ് അങ്ങയുടെ രൂപം. ത്വദ്രൂപം. പിന്നെയോ ആശ്ചര്യതോപ്യാശ്ചര്യം. ആശ്ചര്യതഃ അപി ആശ്ചര്യം. ഈ ലോകത്തിൽ നമ്മളെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നത് എന്താണോ അപി അതിനേക്കാളും ആശ്ചര്യമുളവാക്കുന്നതുമായ അവിടുത്തെ രൂപം. ത്വദ്രൂപം ഭുവനെ ന കസ്യ കുതുകം പുഷ്ണാതി. ഭുവനെ ഈ ലോകത്തിൽ കസ്യ ആർക്കാണ് കുതുകം കൗതുകം അല്ലെങ്കിൽ ആഗ്രഹം. പുഷ്ണാതി എന്നാൽ വളർത്തുക. ന പുഷ്ണാതി വളർത്താത്തത്. അപ്പം ഇങ്ങനെയൊക്കെ മഹത്തരമായ അവിടുത്തെ ഈ വിഗ്രഹം ഈ ലോകത്തിൽ ആർക്കാണ് ഒരു കൗതുകം അല്ലെങ്കിൽ അതിനോടൊരു അത്യാഗ്രഹം വളർത്താത്തത്? ആരുടെ മനസ്സിലാണ് വളർത്താത്തത്? വിഷ്ണു ഭഗവാനെ, വിഭോ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനെ. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിലെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഈ 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും മഹത്വമുള്ളതിനേക്കാൾ മഹത്വമുള്ളതും അങ്ങേയറ്റം മോഹിപ്പിക്കുന്നതിനേക്കാൾ മോഹിപ്പിക്കുന്നതും ലോകത്തിൽ ഏറ്റവും ഭംഗിക്കിരിപ്പിടമായിട്ടുള്ളതിനേക്കാൾ ആകർഷണീയമായതും ഏറ്റവും അധികം മധുരത്തിൻ്റെ സത്തായിട്ടുള്ളത് എന്താണോ അതിനേക്കാൾ മധുരമായിട്ടുള്ളതും ഏറ്റവും സുന്ദരമായിട്ടുള്ളതിനേക്കാളും സുന്ദരമായിട്ടുള്ളതും ഏറ്റവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് എന്താണോ ഈ ലോകത്തിൽ അതിനേക്കാൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതും യാതൊന്നാണോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടുത്തെ ഈ രൂപം. അങ്ങനെയുള്ള ഈ രൂപം ആരിലാണ് ഒരു കൗതുകം അല്ലെങ്കിൽ മോഹം വളർത്താത്തത്? ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രഭു ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ
മേൽപ്പത്തൂർ ഭഗവാന്റെ മോഹന രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോ അപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. 4ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.